സംഗീതവും സ്നേഹവും ഒരുപോലെ ഇഴചേർന്നതാണ് നൈതികിന്റെയും കുടുംബത്തിന്റെയും ജീവിതം. അച്ഛനും അമ്മയും കൂട്ടുകാരും ചേർന്നൊരുക്കുന്ന സ്നേഹത്തളനിലാണ് ഇവന്റെ കലാജീവിതം മുന്നോട്ട് പോകുന്നത്. മകന്റെ വിശേഷങ്ങൾ പറയാൻ അച്ഛനും അമ്മയ്ക്കും ഏറെ ഇഷ്ടമാണ്. പാട്ട് തന്നെയായിരുന്നു മെയിൻ. ഫുൾ ടൈം പാട്ട്, 24 മണിക്കൂറും ടി.വിയിൽ പാട്ട്, ഫോണിൽ പാട്ട്, അങ്ങനെ പാട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതും പഠിക്കും, കേട്ട് വേഗം പഠിക്കും. സ്കൂളിൽ കലോത്സവത്തിൽ ലൈറ്റ് മ്യൂസിക് 2 ദിവസം കൂടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റിൽ പെട്ടെന്ന് അത് പഠിച്ചെടുത്തു. അവൻ 1 ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുത്തു. മകന്റെ പരമാവധി ആഗ്രഹങ്ങൾ സഫലമാക്കാനായി അച്ഛനും അമ്മയും ഒരേ മനസ്സോടെ നിൽക്കുന്നു. ഫ്രണ്ട്സൊക്കെ നല്ല ഇതാണ്. പെൺകുട്ടികളാണ് കൂടുതൽ ഇവൻ്റെ ഫ്രണ്ട്സുകൾ. ഇവനൊരു ചെറിയൊരു കുട്ടിയെ പോലെയാണ് അവരെല്ലാം കാണൽ. ഭയങ്കര ലാണോടെ നല്ല അവരെല്ലാം നല്ലോണം കെയർ ചെയ്യും. കുട്ടികൾ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്, മാഷന്മാരും അങ്ങനെ. നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പരിമിതികളുണ്ടെന്ന് പറഞ്ഞ് സമൂഹം മാറ്റി നിർത്തുന്ന കാലത്ത് ഈ അച്ഛന്റെയും അമ്മയുടെയും കരുതലും സ്നേഹവുമാണ് നൈതികിനെ ഒരു ഉജ്ജ്വല ബാല്യമാക്കി തീർക്കുന്നത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഏറെ സംഗീതവുമായി നൈതികിന്റെയും കുടുംബത്തിന്റെയും ജീവിതം ഒരു പുഴ പോലെ മുന്നോട്ടൊഴുകുകയാണ്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്. സംഗീതത്തെക്കാൾ വലിയ മരുന്നുണ്ടോ അല്ലേ? എത്ര മനോഹരമായിട്ടാണ് നൈതിക് പാട്ട് പാടുന്നത്. നമുക്കിപ്പം സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗ്, ഒരു പരിമിതിയുമില്ല, അതായത് പരിമിതികളെയൊക്കെ തോൽപ്പിക്കുവാൻ അനായാസം സാധിക്കുമെന്ന് തെളിയിച്ച് കാണിക്കുകയാണ് നൈതികും കുടുംബവും. എന്തായാലും നൈതിക് അതിമനോഹരമായിട്ടാണ് പാട്ട് പാടുന്നത്. എപ്പോഴും സംഗീതം നിറഞ്ഞു നിൽക്കുന്ന, ഏറെ നമ്മൾക്ക് എന്താ പറയുക, അവിടെ നിന്ന് നമ്മൾക്ക് മടങ്ങാൻ പോലും തോന്നാത്ത രീതിയിലുള്ള അത്രത്തോളം നല്ല സംഗീതവും സ്നേഹവും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നൈതിക് വളർന്നു വന്നത്. അപ്പോൾ അവന് ഇതേപോലെ തന്നെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അച്ഛനും അമ്മയും അവന് ഏതെല്ലാം രീതിയിലാണോ പഠിക്കാൻ കഴിയുന്നത്, അവൻ ഏതെല്ലാം രീതിയിലാണോ സമൂഹവുമായി ചേർന്ന് ഇടപഴകി നിൽക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും നൈതികിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തന്നെ കുടുംബം എന്ന് പറയുന്നത് ഏറെ സംഗീതവുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. അങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഇപ്പോൾ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നൈതിക്. അതുപോലെ തന്നെ നൈതികിൻ്റെ കൂട്ടുകാരെ കുറിച്ച് പറയാനും അച്ഛനും അമ്മയ്ക്കും ഏറെ പറയാനുണ്ട്. കാരണം അവരത്രയും ചെറിയ കുട്ടിയോട് എന്ന തരത്തിലുള്ള ആ ഒരു സ്നേഹവും കരുതലും എപ്പോഴും നൈതികിനോട് കാണിക്കുന്നുണ്ട്. എന്തിനും ഏതിനും കൂട്ടുകാർ കൂടെ കാണും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആളൊരു അല്പം വികൃതിയൊക്കെയാണ്, എന്നാലും പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്താണെങ്കിലും കക്ഷി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെപ്പോഴാണ് മടങ്ങുക എന്നായിരുന്നു ആദ്യം തന്നെ ചോദിക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷം എമ്പുരാന് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛ നമുക്ക് സിനിമയ്ക്ക് പോകണ്ടേ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച സമയത്ത് ആക്ഷൻ സിനിമകളോടൊക്കെ തന്നെ നല്ല താല്പര്യമുള്ള ഒരു കക്ഷിയാണ്. അപ്പോൾ എമ്പുരാൻ കാണാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിനിടയിലാണ് ആളെ ഒന്ന് പിടിച്ചിരുത്തി പാട്ടൊക്കെ പാടിപ്പിച്ച് നമ്മൾ അങ്ങനെ സ്റ്റോറി ചെയ്യുന്നത്. എന്തായാലും ഏറെ നല്ല അനുഭവമായിരുന്നു. നൈതികിനെ പോലുള്ള കുട്ടികൾക്ക്, കുരുന്നുകൾക്ക് കലാപരമായിട്ട് കലയിലേക്ക് കൂടുതൽ അവരെ എത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കലാമൂല്യമുള്ള കുട്ടികളാക്കി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ പ്രതിസന്ധികളൊക്കെ തന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ സമൂഹം ഇടപഴകി പോകാനുള്ളൊരു അവസരമാണ്. മാത്രമല്ല ഇപ്പം നമ്മൾ ഒട്ടേറെ വാർത്തകൾ കാണുന്നുണ്ട്. കുട്ടികൾ ഈ 14, 15, 13 വയസ്സുള്ള കുട്ടികൾ പലപ്പോഴും ക്രിമിനലുകളായി, അത് അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും ആ രീതിയിലേക്ക് മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും സാരംഗ്, നൈതികിനെ ഇനി മനോഹരമായി ഇനിയും പാട്ടുപാടാൻ സാധിക്കട്ടെ. അവന്റെ പരിമിതികളെല്ലാം തോൽപ്പിച്ചുകൊണ്ട് മുന്നേറാനും സാധിക്കട്ടെ.